ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. കർത്താവിൽ പ്രിയരെ, ബൈബിൾ റീഡിങ്ങിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം വരെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. ഇന്നേ പ്രഭാതത്തിൽ 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവും ശിഷ്യന്മാരും കൂടി ഒരു ദിവസം, ഒരു ശാബത്ത് ദിവസം വിളഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ കതിര് പറിച്ച് അത് തിന്നുകയും ശാസ്ത്രി പരീശന്മാർ യേശുവിനെ വിമർശിക്കുകയും നിന്റെ ശിഷ്യന്മാർ ശാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് യേശുവിനെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. യഹോവയായ ദൈവം 6 ദിവസം കൊണ്ട് സകലചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 7-ാം ദിവസം എല്ലാം നല്ലതെന്ന് കണ്ടു. ദൈവം സ്വസ്ഥമായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സ്വസ്ഥമായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ 6 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് ദൈവം ചൈതന്യം പകർന്ന, ശക്തി പകർന്ന ദിവസമാണ് 7-ാം ദിവസം. ആ ദിവസമാണ് പിന്നീട് ശാബത്ത് ദിവസമായി ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം യഹോവയായ ദൈവം നിയമിച്ച് നൽകിയത്. ശാബത്ത് എന്ന് പറയുന്നത് കൂടുതൽ നന്മ ചെയ്യാനും ചിന്തിക്കാനുമുള്ളതായ ഒരു വലിയ ദിവസമാണ്. എന്നാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശാബത്ത് ദിവസം അവരൊരു പ്രവൃത്തിയും ചെയ്യുമായിരുന്നില്ല. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഇവിടെ കടന്നു പോകുമ്പോൾ അവർക്ക് വിശക്കുകയും അവർ കതിര് പറിക്കുകയും ചെയ്തപ്പോൾ ശാസ്ത്രി പരീശന്മാർ അതിനെ വളരെയേറെ വിമർശിച്ചു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരതിന് വ്യാഖ്യാനം കൊടുത്തത് കതിര് പറിക്കുക എന്ന് പറയുന്നത് കൊയ്തതിന് തുല്യമാണ്. അതിൻ്റെ വായിലിട്ട് അതിൻ്റെ തോല് പൊളിക്കുമ്പോൾ അത് മെതിച്ചതിന് തുല്യമാണ്. അത് ചവയ്ക്കുമ്പോൾ അരച്ചതിന് തുല്യമാണ്. അത് വിഴുങ്ങുമ്പോൾ ഭക്ഷിച്ചതിന് തുല്യമായി. അപ്പോൾ കൊയ്ത് മെതിച്ച് പൊടിച്ച് അരച്ച് അവർ കഴിച്ചു എന്ന രീതിയിൽ അവർ തന്നെ വ്യാഖ്യാനം കൊടുക്കുന്നു. എന്നാൽ മനസ്സിലാക്കണം, ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ യഹോവയായ ദൈവം പറഞ്ഞു, അയൽക്കാരൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഫലങ്ങൾ പറിച്ച് തിന്നുകൊള്ളുക, എന്നാൽ അവയിലൊന്നുപോലും പാത്രത്തിൽ എടുക്കരുത്. അയൽക്കാരൻ്റെ ഗോതമ്പ് വയലിലൂടെ കടന്നു പോകുമ്പോൾ കൈകൊണ്ട് കതിരുകൾ പറിച്ചെടുത്തു കൊള്ളുക, അരിവാൾ കൊണ്ട് അത് കൊയ്തെടുക്കാൻ പാടില്ല. വിശക്കുന്നവന് പോകുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഭക്ഷണം വിശക്കുന്നെങ്കിൽ അത് കഴിക്കുവാനുള്ള അവകാശമുണ്ട്, പക്ഷെ അത് ശേഖരിച്ച് കൊണ്ടുപോകാനുള്ള അവകാശമില്ല. ശിഷ്യന്മാർ അവർക്ക് വിശന്നിട്ട് അവർ കതിര് പറിച്ച് അവർ ഭക്ഷിക്കുകയാണ് ചെയ്തത്. അതിനെയാണ് ശാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞ് ശാസ്ത്രി പരീശന്മാർ വിമർശിച്ചപ്പോൾ യേശു തമ്പുരാൻ അവരോടൊരു മറുചോദ്യം ചോദിക്കുകയാണ്. ദാവീദ് യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ തനിക്കും പടയാളികൾക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അബ്യാഥാർ മഹാപുരോഹിതനായിരിക്കുന്ന കാലത്ത് യെരൂശലേം ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും ഭക്ഷിപ്പാൻ അവകാശമില്ലാത്ത കാഴ്ചയപ്പം ഭക്ഷിക്കുകയും തൻ്റെ കൂടെയുള്ള പടയാളികൾക്ക് കൊടുക്കുകയും ചെയ്തില്ല. 1 ശമൂവേൽ 21-1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഭാഗം കാണുന്നുണ്ട്. അതിൽ അവർ കുറ്റം കണ്ടുപിടിച്ചില്ല. കാരണം ദാവീദ് അവർക്ക് വേണ്ടി, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും അവരും ചെയ്ത് കാണുമ്പോൾ അതിൽ നമ്മൾ കുറ്റം കണ്ടുപിടിക്കുകയും അതിനെ നമ്മൾ വിമർശിക്കുകയും ചെയ്യുന്നു. യേശു പറയുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ അല്ലെങ്കിൽ ശാബത്തിനും കർത്താവാണ്. മറ്റ് സുവിശേഷങ്ങളിൽ നമ്മളിത് വായിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ശാബത്തിന് വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്, മനുഷ്യന് വേണ്ടിയാണ് ശാബത്തിനെ സൃഷ്ടിച്ചത്. എല്ലാ നിയമങ്ങളും മനുഷ്യൻ്റെ നന്മയ്ക്കായിരിക്കണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അതിൻ്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശാബത്തിൽ വരണ്ട കൈയുള്ള ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം നൽകുന്നതായ സംഭവമാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ശാബത്തിൽ. അപ്പോൾ ശാസ്ത്രി പരീശന്മാർ അതിനെ ഏറെ വിമർശിക്കുന്നു. ഇത് ശാബത്തിൽ നീ ഇത് ചെയ്യാൻ പാടുണ്ടോ? അപ്പോൾ കർത്താവരോട് ഒരു മറുചോദ്യം ചോദിക്കുന്നുണ്ട്. ശാബത്തിൽ നിങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ നിങ്ങൾ എന്തു ചെയ്യും? ശാബത്തിൻ്റെ സമയം കഴിഞ്ഞിട്ട് അതിനെ രക്ഷിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുമോ?
നിങ്ങൾ ഉടനെ തന്നെ അതിനെ രക്ഷിക്കുകയില്ലേ? എങ്കിൽ അതിനേക്കാൾ എത്രയോ വലിയേറിയ ജീവനാണ് മനുഷ്യൻ്റേതെന്ന് കർത്താവ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതെ, നമുക്ക് നഷ്ടം വരുന്നതൊന്നും നമ്മൾ അത് അനുവദിക്കുകയില്ല. എന്നാൽ അതാണ് കർത്താവ് പറഞ്ഞത്, നിയമത്തിന് വേണ്ടി നമ്മൾ ആചരിക്കാൻ പാടില്ല എന്നുള്ളതായ കാര്യം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതാണ്. ഇനിയും അതിൻ്റെ 22 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യേശു തമ്പുരാൻ ചെയ്ത പല വീര്യപ്രവർത്തികളും ശാസ്ത്രിപരീശന്മാർ വിമർശിച്ചിട്ട് അവനത് ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂബിനെ കൊണ്ട് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, കർത്താവ് അപ്പോഴോട് പറഞ്ഞു, മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളൊക്കെയും ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം ക്ഷമിക്കുകയില്ല. കാരണം യേശു തമ്പുരാൻ ചെയ്തത് ഏത് ആത്മാവിലാണെന്നും അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് കർത്താവ് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആ സത്യത്തെ അവർ ഇത് മറിച്ച് കളയുകയാണ്. അപ്പം മനുഷ്യനോട് ചെയ്യുന്ന പാപങ്ങളൊക്കെ ക്ഷമിക്കും. പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പൗലോസ്ലീഹ പറയുന്നത്, നമുക്ക് പാപബോധം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഇന്ന കാര്യം തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്നുള്ള അവബോധം നമ്മിൽ ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടും നമ്മളത് ശ്രദ്ധിക്കാതെ വീണ്ടും നമ്മളത് ആവർത്തിക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ ഒരു പാപമാണ്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്യുന്നതായ തെറ്റുകൾ. നമുക്കറിയാം, കോടതികളിൽ പോലും സാമൂഹിക ജീവിതത്തിൽ നമ്മൾ ഒരു കൊലപാതകം ചെയ്തു എന്ന് വിചാരിക്കുക. എൻ്റെ പ്രാണരക്ഷാർത്ഥം ഞാനൊരാളെ കൊന്നാൽ അതിന് ഒരുപക്ഷെ കോടതി എന്നെ കഠിനമായി ശിക്ഷിച്ചെന്ന് വരില്ല. എന്നാൽ ഞാൻ അല്ലെങ്കിൽ അവനോടുള്ള വെറുപ്പ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാൻ പിന്നീട് അവനെ കൊല്ലുന്നൊരു സാഹചര്യമുണ്ടായാൽ ശിക്ഷ കൂടുതലാണ്. കാരണം അത് സാഹചര്യ സമ്മർദ്ദത്താൽ സമ്മതിച്ചതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം നമുക്ക് നൽകുന്നതെങ്കിലും അതിനെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ അത് ദൈവത്തിനെതിരായ പരിശുദ്ധാത്മാവിനെതിരായ പാപമായി അത് മാറുമെന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇനി അതിൻ്റെ 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നു, ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിൻ്റെ അടുത്ത് വന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഗുരു, ഞങ്ങൾ നിന്നിൽ വിശ്വസിക്കുകയാണ്, നിനക്ക് ഞങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരാൻ സാധിക്കുമോ? കാരണം കർത്താവ് ജാതികളുടെ ഇടയിൽ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ശാസ്ത്രി പരീശന്മാർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി ഒരു അടയാളം കാണിച്ചു തരാം. അപ്പോൾ യേശുവോട് പറയുന്ന ഇതാണ്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിലായിരുന്നു. ആയതുപോലെ മനുഷ്യപുത്രൻ ഭൂമിക്കുള്ളിൽ 3 ദിവസം ഇരിക്കും. യോന എങ്ങനെ അത്ഭുതകരമായി അവിടെ നിന്ന് പുറത്തു വന്നോ ആയതുപോലെ മനുഷ്യപുത്രൻ്റെ പുനരുദ്ധാനം സംഭവിക്കും. യേശുവിൻ്റെ മരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും നിഴലായി പഴയ നിയമത്തിൽ നടന്ന സംഭവമാണ് യോനയുടെ സംഭവം. അതുകൊണ്ടാണ് നമുക്കറിയാം, വലിയ നോമ്പിനോട് ചേർന്ന് തൊട്ടു മുമ്പ് നമ്മൾ സഭ ആചരിക്കുന്നതാണ് 3 നോമ്പ് അഥവാ നിനുവ നോമ്പ്. വലിയ നോമ്പിനോട് ചേർന്നാണല്ലോ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും ഒക്കെ ആ സംഭവത്തോട് നമ്മൾ താദാത്മ്യം പ്രാപിക്കുകയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിവിടെ പറയുന്നതാണ്, യോനാ പ്രവാചകൻ്റെ അടയാളമല്ലാതെ മറ്റൊരടയാളം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അതായത് ഇസ്രായേൽ ജനത്തിന് യേശുവിൽ വിശ്വസിക്കുവാനും അങ്ങവനെ അംഗീകരിക്കാനുമായി അവരുടെ പിതാക്കന്മാരുടെ കാലത്ത് യഹോവയായ ദൈവം കൊടുത്ത അടയാളമാണെന്നു യോനാ പ്രവാചകൻ്റെ അടയാളം. അതല്ലാതെ മറ്റൊരു അടയാളം നിങ്ങൾ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറയാണ്. എന്ന് പറഞ്ഞാൽ ആണ് വ്യഭിചാരം? സ്വന്തമായതിനെ ഉപേക്ഷിച്ച് അന്യമായതിനെ പ്രാപിപ്പാനുള്ള ആകാംക്ഷയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ശാസ്ത്രിമാരും പരീശന്മാരും ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അവർക്ക് അടയാളങ്ങളോ അത്ഭുതങ്ങളോ കണ്ടിട്ട് ദൈവത്തിൽ വിശ്വസിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജാതികൾക്ക് തുല്യമാണ്. ജാതികൾ ദൈവത്തിൽ വിശ്വസിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം അത്ഭുതങ്ങളോ അടയാളങ്ങളൊക്കെ ചെയ്തത്.
ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇന്ന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടാൽ, അങ്ങനെ സംഭവിച്ചാൽ ഞാൻ യേശുവിൽ വിശ്വസിക്കാമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ ജാതികൾക്ക് തുല്യമായിട്ട് മാറുകയാണ്. എന്നാൽ നമുക്ക് ഈ യോനയുടെ സംഭവത്തിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമത്തിൽ ക്രൂശ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പുനരുത്ഥാനവും. അതുകൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ, നമുക്കറിയാമല്ലോ, ശ്ലീബായെക്കുറിച്ച് പാടുന്നത് ശുഭചിഹ്നന്തൻ ശ്ലീബ, വിജയ കൊടിതൻ ശ്ലീബ, നമ്മെ രക്ഷിച്ചിടും ശ്ലീബായിൽ പുകഴുന്നുവെന്നാണ്. അപ്പോൾ അത്ഭുതങ്ങളോ അടയാളങ്ങളോ കണ്ടിട്ടല്ല നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, പിന്നെയോ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കറിയാം, നാം നമ്മുടെ മാതാപിതാക്കളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെ മാനദണ്ഡം എന്താണ്? മാനദണ്ഡം നമ്മൾ അവരിൽ നിന്ന് ജനിച്ചു, അവരുമായുള്ള വൈകാരിക ബന്ധത്തിൽ നിന്നാണ്. എന്നാൽ അയൽപ്പക്കക്കാരൻ എൻ്റെ അപ്പനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് എൻ്റെ അപ്പൻ ചെയ്ത നല്ല കാര്യങ്ങളും വീരപ്രവൃത്തികളൊക്കെ കണ്ടിട്ടാണ്. അത് അയൽപ്പക്കക്കാരൻ എൻ്റെ അപ്പനിൽ വിശ്വസിക്കാനുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നത് വൈകാരിക ബന്ധത്തിൽ നിന്നാണ്. ഞാൻ ജനിച്ചത് എൻ്റെ അപ്പനിൽ നിന്നാണ്. എനിക്ക് ഭക്ഷണം തരുന്നത് എൻ്റെ അപ്പനാണ്. എനിക്ക് സംരക്ഷണം തരുന്നത് എൻ്റെ അപ്പനാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടാവേണ്ടതെന്ന കാര്യം നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്, ഒരു മനുഷ്യനിൽ നിന്ന് കർത്താവ് പറയുന്നു, അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. അതിനുശേഷം അത് ആശ്വാസം കണ്ടെത്താതെ അതിങ്ങനെ അലഞ്ഞു നടന്നു. കുറേ ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഈ മനുഷ്യൻ്റെ ഹൃദയം, അവൻ്റെ മനസ്സ് വെടിപ്പായി കിടക്കുന്നത് കണ്ടിട്ട് അവൻ ചെന്ന് 7 അശുദ്ധാത്മാക്കളെ കൂടെ വിളിച്ചുകൊണ്ട് വന്നു. അവൻ്റെ ഗതി പഴയത്തേതിലും പിന്നത്തേതിൽ, അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്നതിലും മോശമായി പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മിൽ നിന്ന് ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നതിന് ശേഷം നമ്മൾ ആ ഒരു അനുഭവത്തെ കാത്തു സൂക്ഷിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ പോയതുപോലെ വീണ്ടും അശുദ്ധാത്മാക്കൾ 7 ഇരട്ടി ശക്തിയോടെ, കൂടുതൽ ശക്തിയോടെ നമ്മിലേക്ക് മടങ്ങി വരും. അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്കറിയാം, കായേൻ ഹാബേലിനെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ യഹോവയായ ദൈവം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, കായേനെ, നീ കോപിക്കുന്നതിൻ്റെ നിൻ്റെ മുഖം വാടുന്നതെന്ത്? നീ നന്മ ചെയ്യുന്നെങ്കിൽ ദൈവപ്രസാദമുണ്ടാകും, ഇല്ലെങ്കിൽ പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹമോ നിങ്കലേക്കാകുന്നു. മനുഷ്യനെ എപ്പോഴും കീഴ്പ്പെടുത്താൻ വേണ്ടി അവൻ്റെ കാൽച്ചുവട്ടിൽ പതിയിരിക്കുന്നതിലും മൃഗത്തിന് തുല്യമായി ദൈവം പാപത്തെ കാണുകയാണ്. അതിൻ്റെ ആഗ്രഹം മനുഷ്യനിലേക്കാണ്. നമുക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റണം. എങ്ങനെയാണ് കീഴ്പ്പെടുത്താൻ പറ്റുക? നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് കായനോട് പറഞ്ഞത്, നീ നന്മ ചെയ്യുന്നെങ്കിൽ ദൈവപ്രസാദമുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അവസാനമായി ഈ അധ്യായം 46 മുതൽ 50 വരെയുള്ള വാക്യങ്ങൾ, യേശുവിൻ്റെ അമ്മയും സഹോദരന്മാരും ഒരു ദിവസം പുറത്തു വന്നു നിന്ന് കർത്താവിനെ അന്വേഷിച്ചു കാണുവാൻ വേണ്ടി. അപ്പോൾ യേശു അത് വന്ന് പറഞ്ഞ ആളുകളോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരന്മാരാര്? ദൈവ ഇഷ്ടം പ്രവർത്തിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരുമെന്ന്. അപ്പോൾ ഈ വേദഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് യേശുവിന് തൻ്റെ സഹോദരന്മാരോടോ അല്ല അവരോടൊന്നും യാതൊരു താല്പര്യവും ബന്ധവും ഇല്ലായിരുന്ന രീതിയിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതൊരിക്കലും അല്ല. കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവ ഇഷ്ടം ആചരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സഹോദരന്മാരും ദൈവത്തിൻ്റെ അമ്മയും. നമുക്കറിയാമല്ലോ, പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ച ആരാണ് ഈ ഭൂമിയിലുള്ളത്? ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ നമ്മെ തൻ്റെ അമ്മയെപ്പോലെ, സഹോദരന്മാരെ പോലെ കരുതുവാൻ, നമ്മെ സ്നേഹിക്കുവാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ഈ 12-ാം അധ്യായത്തിൽ ഈ ഓരോ വേദവാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ, വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അത് വെറുതെ വായിച്ചു വിടാതെ ഒരു ദിവസം തന്നെ പല പ്രാവശ്യം അത് വായിക്കണം. വായിക്കുന്നത് പ്രാർത്ഥനാപൂർവം വായിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെയും വായിച്ച വേദഭാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അറിയുവാനും ചിന്തിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഇന്നത്തെ ഈ പകൽക്കാലം ഈ 12-ാം അധ്യായം നമുക്ക് ചിന്താവിഷയമായി നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.